ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങനെ പ്രചാരണ വേളയിൽ നിന്ന് ഗുജറാത്തിലടക്കം മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായും അങ്ങനെ പ്രചാരണ മേഖലയിൽ നിന്ന് ആകെ രാജ്യത്തെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്താനുള്ള BJPയുടെ രാഷ്ട്രീയ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണോ ഇന്നത്തെ തിഹാർ ജയിലിൽ നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പുറത്തുവരവ്? തീർച്ചയായിട്ടും അല്ല. ഒന്നാമത്തെ കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു ആഗ്രഹം തന്നെ BJPക്ക് ഉണ്ടായിരുന്നില്ല. എന്തിനാണ് BJP അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനോട് ഡയറക്ട്ലി മത്സരിച്ചിട്ടല്ലേ നരേന്ദ്രമോദി ആദ്യത്തെ തവണ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുന്നത്? 2014 നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വാരണാസിയിൽ വന്ന് മത്സരിച്ചിട്ടുള്ള ആരാണ് കെജ്രിവാൾ? അന്ന് അദ്ദേഹത്തിന് കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല. നരേന്ദ്രമോദി 5,60,000 വോട്ട് പേടിച്ച് ജയിച്ചപ്പോൾ 2 ലക്ഷത്തോളം വോട്ട്, 20% വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. 2019 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും തയ്യാറായില്ലല്ലോ. അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ നിൽക്കുക എന്നുള്ള ആശയം തന്നെ ഉപേക്ഷിച്ചു. അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP 2014 2019 ഡൽഹിയിൽ 7 സീറ്റിലും BJPയാണ് ജയിച്ചത്. അപ്പോൾ ആം ആദ്മി പാർട്ടി അതിന്റെ ഏറ്റവും ശക്തിയിലും ഏറ്റവും പ്രഭാവത്തിലും നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവിനെ നേരിട്ട് കണ്ടസ്റ്റിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള BJPക്ക് ഈ 2024 ഒരു ഇസ് ബാർ 400 കി പാർ എന്ന് പറയുന്ന ആത്മവിശ്വാസവുമായിട്ട് BJP മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പശ്ചാത്തലം എന്താണ്? അദ്ദേഹത്തിനെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി 9 വട്ടം സമൻസ് അയച്ചതിന് ശേഷവും അദ്ദേഹം ആ സമൻസുകൾക്ക് മറുപടി കൊടുക്കുകയോ ഹാജരാവുകയോ ചെയ്യാതിരുന്നിരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള വിൽഫുൾ ആൻഡ് ക്രിമിനൽ ലാപ്സിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്തിട്ടുള്ള നടപടി ശരിയാണെന്ന് ട്രയൽ കോടതിയും ഹൈക്കോടതിയും ശരിവെച്ചിട്ടുണ്ട്. ഇന്നത്തെ വിധിന്യായത്തിൽ സുപ്രീം കോടതിയും അതിന്റെ 15ാമത്തെ പാരഗ്രാഫിൽ സുപ്രീം കോടതിയും പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള നടപടിയിൽ ഇല്ലീഗാലിറ്റി ഇല്ല, കാരണം അദ്ദേഹം 9 സമൻസുകളെ നിഷേധിച്ചിരുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി എടുത്ത് പറയുന്നുണ്ട്. സുപ്രീം കോടതി അതിന്റെ വിധിയിൽ ഏറ്റവും അവസാനം പറയുന്നൊരു ഭാഗം, ശ്രീ പ്രകാശൻ മാസ്റ്റർ വിധി മുഴുവൻ വായിച്ചിട്ടും അവസാന ഭാഗം മാത്രം വായിച്ചില്ല എന്നുള്ള കൗതുകരമാണ്. ദ ഗ്രാന്റ് ഓഫ് ഇന്ററിം ബെയിൽ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ കേസ് or the criminal appeal which is pending consideration before us. ഈ ഘട്ടത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന ഇൻട്രീം ബെയിൽ എന്ന് പറയുന്നത് ഈ കേസിന്റെ മെറിറ്റ്സുമായിട്ടോ ഇവിടെ നിലനിൽക്കുന്ന ക്രിമിനൽ അപ്പീലുമായിട്ടോ ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ടിട്ടില്ല. അതിന്റെ മുകളിൽ ഞങ്ങൾ പറയുന്ന ഒരു അഭിപ്രായമായിട്ട് ഇതിനെ പരിഗണിക്കരുത്. ഇവിടെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം ശരിയാണോ തെറ്റാണോ, അതിലുള്ള തെളിവുകളുടെ ബലം എന്താണ്, ദൗർബല്യം എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ഒരൊറ്റ ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന് ഇൻട്രീം ബെയിൽ കൊടുത്തത്. ആ ഒരൊറ്റ ഗ്രൗണ്ട് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ കാര്യം കൊണ്ട് മാത്രമാണ് 21 ദിവസം ഇദ്ദേഹം മാറി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ററിം ബെയിൽ കൊടുക്കുന്ന സമയത്ത് ഒരു കുറ്റാരോപിതന് സറണ്ടർ ചെയ്യാനുള്ള തീയതി സുപ്രീം കോടതി നിശ്ചയിക്കുന്നത്. അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ഓൾറെഡി കൺവിക്ട് ചെയ്തിട്ടുള്ള പ്രതികളെ, ക്രിമിനലായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ പരോള് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്നാണ് സറണ്ടർ ചെയ്യേണ്ടത് എന്ന് കോടതി പറയുക. അല്ലാത്ത സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കും, പിന്നീട് ഈ പ്രതി എന്ത് ചെയ്യണം, ബെയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പുതിയ പെറ്റീഷൻ കൊടുക്കുക ചെയ്യുന്നത്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ജൂൺ 1 ഇലക്ഷൻ പ്രൊസീജിയർ പൂർത്തിയാവുന്നത് വരെ നിങ്ങൾക്ക് ബെയിലുള്ളൂ, ജൂൺ 2 നിങ്ങൾ സറണ്ടർ ചെയ്യണമെന്ന് പറയുന്നു. സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ടുകൾ നിങ്ങൾ നോക്കണം. 50,000 രൂപയുടെ ജാമ്യത്തുകയും ഒരാളുടെ ജാമ്യവും. 2, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ കടക്കാൻ പാടില്ല. 3, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഫയലിൽ ഒപ്പുവെക്കാൻ പാടില്ല. 4, ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ വിളിച്ചു വരുത്താനോ പരിശോധിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികളെ മറ്റാരെങ്കിലും ബന്ധപ്പെടാനോ പാടില്ല. ഇത്രയും കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടി ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രചരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഉപാധികളോടുകൂടി ഒരു ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ കേസിലുള്ള ഒരു ധാർമ്മിക വിജയമാകുന്നത്? അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതി ശരിവെച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റ് അധാർമികമാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഇദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രചരണം നടത്താനുള്ള അധികാരം ഞങ്ങൾ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ഇപ്പോൾ അങ്ങ് പറയുന്നു അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് ഫൈറ്റ് ചെയ്ത ഒരു തവണ, രണ്ടാമത്തെ തവണ ഡൽഹിയിലെ 7 സീറ്റും തൂത്തുവാരിയ സാഹചര്യം. പ്രതിപക്ഷം പറയുന്നത് ശ്രീ ശങ്കുട്ടിദാസ് ആ സാഹചര്യമല്ല ഇപ്പോൾ എന്ന് BJP തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസക്കുറവിലാണ് അദ്ദേഹം ഇത്തരത്തിൽ നാടുനീളെ നടന്ന് ശ്രീ ജിൻഡോ ജോൺ പറയാണ് RSS നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ലാത്തത്ര വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്ന്. ഈ 400 സീറ്റിന്റെ ആത്മവിശ്വാസം നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില കണക്കുകൾ പോലെ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ, അത് വലിയ തോതിലുള്ള ആത്മവിശ്വാസമില്ലായ്മയുടെ പ്രകടനമാണോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം അനുവദിച്ചിട്ടുള്ള വിധിയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളെ പറ്റി. ആ വിധിയിൽ തന്നെ പറയുന്നത് ഈ ലീഗാലിറ്റി എന്ന് പറയുന്ന അറസ്റ്റിന്റെ ലീഗാലിറ്റി എന്ന് പറയുന്ന കാര്യം കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ്. അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അതിൽ തീരുമാനമായിട്ടില്ല എന്നാണ്. അതെ,
എല്ലാ കാര്യവും കോടതിയുടെ പരിഗണനയിലാണല്ലോ. ഒരു കാര്യത്തിലും അന്തിമമായിട്ടുള്ള തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നല്ലേ? അല്ല, അത് പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല എന്നല്ലല്ലോ കോടതി തീരുമാനിച്ചത്. നോക്കൂ, ജാമ്യം കൊടുക്കുന്നതിൽ അത്ഭുതമല്ല. നോക്കൂ, ക്രിമിനൽ കേസുകളിൽ, അഴിമതി കേസുകളിൽ രാഷ്ട്രീയക്കാർക്ക് ജാമ്യം കൊടുത്തിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇടമലയാർ കേസിൽ അവസാനം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ബാലകൃഷ്ണ പിള്ളയ്ക്ക് മുന്നേ ജാമ്യം കിട്ടിയിട്ടില്ലേ? ഈ പറയുന്ന കാലിത്തീറ്റ കുംഭകോണ കേസിൽ അവസാനം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ലാലു പ്രസാദിന് ഇടക്കാല ജാമ്യം കിട്ടിയിട്ടില്ലേ? ഒരാൾക്ക് ഇടക്കാല ജാമ്യം കിട്ടി എന്നത് അയാൾക്ക് അഴിമതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന കാരണമല്ല. ഇവിടെ ഇദ്ദേഹത്തിന് മേലെ 2 കോടതികൾ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ വിസമ്മതിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട്. ഇദ്ദേഹത്തെ മാർച്ച് 23-ാം തീയതി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹം ട്രയൽ കോടതിയിൽ പോകുന്നു. ആദ്യം 6 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് ട്രയൽ കോടതി പോകുമ്പോൾ ട്രയൽ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ വിസമ്മതിക്കുന്നു. കാരണം സീരിയസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട് പറയുന്നു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഏപ്രിൽ 9-ാം തീയതി സ്വർണ്ണകാന്ത് സിംഗ് എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി എഴുതിയിട്ടുള്ള 187 പാരഗ്രാഫുള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. അതിൽ ഈ പറയുന്ന ഓരോ ആരോപണത്തെയും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് പ്രൈമ ഫേസി മെറിറ്റ് ഉണ്ട്, ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യം കോടതി നിഷേധിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരാള് പിന്നീട് ഒരു ഗ്രൗണ്ട് റൈസ് ചെയ്യാണ്. എന്താണ്? തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ പങ്കെടുക്കണം. അല്ലാണ്ട് ഞാൻ നിരപരാധിയാണെന്നോ എന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു എന്നല്ല. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ പങ്കെടുക്കണമെന്നൊരു വാദം മാത്രം മുൻനിർത്തി സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അസ്വാഭാവികമായിട്ടൊരു ജാമ്യം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കീഴ്വഴക്കം അതിലെ അസ്വാഭാവികത പറയുമ്പോൾ തന്നെ നമുക്ക് മുന്നിലുള്ള മറ്റൊരു ഘടകം എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ ചേരിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതിപക്ഷ ചേരി ആകെ ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ സമയത്ത് എന്നുള്ളതാണ്. അത് നേരത്തെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നേരത്തെ 2022 കേസ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ സമയത്തെ അറസ്റ്റ്, അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയായിരുന്നു പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ ചോദ്യം മുന്നോട്ട് വെച്ചത്. അത് സാധൂകരിക്കുന്നത് തന്നെയാണ് ഈ അറസ്റ്റ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജാമ്യം എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്.